പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാനിന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ്. പാലത്തായി കേസിൽ ഏറ്റവും ശക്തമായ രീതിയിൽ കേസിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പിന്തുണയും അതിൻ്റെ നിയമ നടപടികളിലും എല്ലാ തരത്തിലും ആ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് പോരാടിയ ഒരു പ്രസ്ഥാനമാണ് SDPI. SDPIയുടെ പ്രവർത്തകരും നേതാക്കളും ശക്തമായ നിലപാടെടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു കേസ് ഇത്തരത്തിലൊരു വിജയം ഈ കേസിലുണ്ടായിട്ടുള്ളത്. മറ്റു പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും SDPIയുടെ പ്രമുഖനായ നേതാവ് ഹാറൂൺ കടവത്ത് പറയുകയുണ്ടായി. അദ്ദേഹത്തെ പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന്. പക്ഷേ അദ്ദേഹം അതിന് ചുട്ട മറുപടി ശക്തമായ രീതിയിൽ തന്നെ കൊടുക്കുകയും കേസുമായി ശക്തമായി മുന്നോട്ട് പോവുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് SDPI മറ്റുള്ള പാർട്ടികളും തമ്മിലുള്ള ആധുനിക ഇന്ത്യയിലെ വ്യത്യാസം. SDPI രാഷ്ട്രീയം എവിടെയും ഇന്ത്യയിൽ എവിടെയും മർദ്ദിതരുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും അരക്ഷിതരുടെയും പക്ഷത്താണ്. അതാണ് SDPI രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയും SDPIയുടെ വളർച്ചയിലുള്ള ഇന്ധനവും. ഈ കൊലക്കേസ് ഈ പപ്പൻ എന്ന് പറയുന്ന ഈ ക്രിമിനൽ തന്നെ പറഞ്ഞത് എന്താണോ, SDPI ആയിരിക്കും എൻ്റെ ഭാര്യയും മക്കളും ആത്മഹത്യ ചെയ്താൽ ഉത്തരവാദി. കാരണം അവന് അത്രയും ബോധ്യമുണ്ട്. SDPIയുടെ ശക്തമായ നിലപാട് അവരാണ് ഈ കേസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും പിന്തുണയും കേസുമായി മുന്നോട്ട് പോയതും അവരുടെ നിലപാടും അത് അവന് നല്ല ബോധ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ ആ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. SDPIയുടെ പ്രസക്തി അതുകൊണ്ട് തന്നെ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. അതിന് ഇന്ത്യയിൽ ഏറ്റവും വളർച്ചയുള്ള ഒരു പ്രസ്ഥാനമായി SDPI മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈയൊരു വിധി, ഈ പാലത്തായി കേസിൽ ഈയൊരു വിധി ന്യായം പുറപ്പെടുവിച്ച ജഡ്ജിക്കും ഇതിനുവേണ്ടി പ്രവർത്തിച്ച വക്കീലന്മാർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഒരുപാട് പേരുടെ നിസ്സീമമായ